ഇന്ന് ഡോക്ടർ ഹാരിസ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. തൻ്റെ മുറിയിൽ ആളുകൾ കയറിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന രേഖകൾ പലതും തിരുത്തൽ വരുത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തിൽ തന്നെ കുടുക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവമായി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആരോപണത്തിന് പിന്നാലെയായിരുന്നു ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രിൻസിപ്പളും പത്രസമ്മേളനം നടത്തുന്നത്. തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അവരുടെ ഭാഗത്തുണ്ട്. കാരണം ഡോക്ടർ ഹാരിസ് നല്ല ഡോക്ടറാണ്, നന്നായി ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഡോക്ടർമാര് ഹാരിസിനെ പരോക്ഷമായിട്ടാണെങ്കിലും കുറ്റക്കാരനായി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുകയും ചെയ്തിരുന്നത്. അതിൽ അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു ആരോപണം വന്നതിന് പിന്നാലെ, പരാതി വന്നതിന് പിന്നാലെ എൻക്വയറി കമ്മിറ്റി പരിശോധന നടത്തുന്നു. അതിന്റെ ഭാഗമായി രണ്ടാമത്തെ പരിശോധന നടക്കുമ്പോഴാണ് നഷ്ടപ്പെട്ട ഉപകരണം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അത്തരം പരിശോധനകൾ പോകുമ്പോഴാണ്, ആ പരിശോധനകളിലോട്ട് കടക്കുന്ന സമയത്താണ് ഒരു ചെറിയ പെട്ടി കാണുന്നത്. മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ് ഇവിടെ നഷ്ടമായി എന്ന് പറയുന്നത്. അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് ആ ഉപകരണം അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം അവർ ആ പരിശോധനയ്ക്ക് എത്തുമ്പോൾ സമയത്ത് ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം പരിശോധനയ്ക്ക് വരുന്ന സമയത്താണ് അതിനൊപ്പം അന്നുണ്ടായിരുന്നില്ലാത്ത മറ്റൊരു പെട്ടി കണ്ടുവെന്ന് പറയുന്നത്. അത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. അത് വിശദമായി പരിശോധിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ മോസിലോസ്കോപ്പിന്റെ വാങ്ങിയെന്ന പേരുള്ള ഒരു ബില്ല് കൂടി കണ്ടു എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഡോക്ടറെ സംശയത്തിൽ നിലനിർത്തുന്നു. ആ സമയത്താണ് ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്ന് സംബന്ധിച്ച ചോദ്യം ചോദിക്കുന്നത്. കാരണം ഡോക്ടറുടെ കൈവശം ഉണ്ടായിരുന്ന താക്കോല് ഡോക്ടർ ടോണിക്ക് കൊടുക്കും. ഡോക്ടർ ടോണിയാണ് ഇത് കൈമാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും അറിവോ ഇല്ലാതെ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല എന്ന് ചോദ്യം വരുന്നത്. അപ്പോൾ CCTV ദൃശ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അത്ര സമ്മർദ്ദത്തിലായി നിൽക്കുന്ന സമയത്താണ് ഈ പ്രിൻസിപ്പളിന് ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോൾ കോളിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നമ്മളിപ്പോൾ ആരാണ് ഇന്ന് ഇതുവരെയും പ്രിൻസിപ്പൾ വ്യക്തമാക്കിയിട്ടില്ല. അത് ആരാണെന്ന് ആ സമയത്ത് നമ്മൾ ചോദിച്ചുമില്ല. കാരണം സ്വാഭാവികമായും ഡോക്ടേഴ്സാണ്, പലതരത്തിൽ പ്രിൻസിപ്പൾ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഫോൺ വന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ അദ്ദേഹം വായിക്കുകയാണ്. കാരണം ഡോക്ടർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് ഡോക്ടറാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഉപകരണം കാണാതായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സമിതിയുടെ കണ്ടെത്തൽ എന്ന നിലയിൽ ഹാരിസിനെ കുറ്റക്കാരനായി നിലനിർത്തുന്ന രീതിയിലുള്ള എൻക്വയറി റിപ്പോർട്ട് ആ സമയത്ത് വായിക്കുകയും ചെയ്യാണ്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ ഫോൺ കോൾ കൂടി കണക്കിലെടുത്ത് ആ ഫോൺ കോളിൽ വന്നിരിക്കുന്ന നിർദ്ദേശം കൂടി പ്രിൻസിപ്പലിനോട് സൂപ്രണ്ട് പറയുന്നുണ്ട്. അതും കൂടെ പരിശോധിക്കുമ്പോൾ ഇതിലൊരു ഗൂഢാലോചനയുണ്ട്, ഇല്ലെങ്കിൽ ആരോ ഇത് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ ഹാരിസിനെതിരായിട്ടൊരു വലിയ ശക്തി, അദ്ദേഹത്തിന്റെ ആ തുറന്നു പറച്ചിൽ ഒരു ശത്രുതാപരമായിട്ടുള്ള രീതി അവിടെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പം പ്രിൻസിപ്പളിനോ അതല്ല എന്നുണ്ടെങ്കിൽ സൂപ്രണ്ടിനോ ഒന്നും അങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങളോട് നമ്മൾ കരുതുന്നില്ല. പക്ഷേ ഈ എൻക്വയറി റിപ്പോർട്ട് വന്നതിന് ശേഷം അത് ഡോക്ടർ പറയുന്നത് ശരിയാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് എന്ന് വന്നതിന് ശേഷം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഡോക്ടറെ കുറ്റക്കാരനാണ് എന്ന് പൊതുസമൂഹത്തിൽ കാണിക്കുക എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടതാണ്, ഇത്തരത്തിലൊരു നമ്മൾ സർവീസ് ചട്ടലംഘനമാണ് എന്ന് പറയുമ്പോൾ പോലും നിവൃത്തിയോടുകൊണ്ടാണ് രോഗികളുടെ അവസ്ഥ കണ്ട് മടുത്തിട്ടാണ് ഡോക്ടർ അത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തുന്നത്. സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു ശരിയാണ്. പക്ഷെ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഡോക്ടർ ഹാരിസ് അറിയാതെ എങ്ങനെ ഈ സാധനം വന്നു, ഇല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിന്റെ കൺട്രോളിലുള്ള അണ്ടറിലുള്ള സ്ഥലത്ത് എങ്ങനെ ഈ പെട്ടി വന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ ഡോക്ടർ ഹാരിസിനല്ലേ അറിയാൻ സാധിക്കുകയുള്ളൂ. ആർക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റില്ലല്ലോ റൂമിൽ. അത് നിലവിലെ സാഹചര്യത്തിൽ ഡോക്ടർ ഹാരിസിന് അറിയില്ല. കാരണം ഡോക്ടർ ഹാരിസ് അതിന്റെ ചുമതലയുള്ള തൊട്ടടുത്ത അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഡോക്ടർ ടോണിക്കാണ് ഈ കീ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ടോണിയുടെ കൈവശം നിന്നാണ് ഈ കീ വാങ്ങി ഇവർ ഇത് തുറന്ന് അകത്ത് കയറിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് ഒരാൾ കയറി എന്ന് പറയുന്നത് നമ്മൾ മാധ്യമപ്രവർത്തകർ അവിടെ ആവർത്തിച്ച് അവിടെയാണ് സിജോ നമുക്ക് ഇതിൽ സംശയം വരുന്നത്. കാരണം ഡോക്ടർ ടോണിയുടെ കയ്യിൽ നിന്നാണ് കീ വാങ്ങിയതെങ്കിൽ ഈ കീ വാങ്ങിയ ആളെ അറിയാമല്ലോ, പിന്നെ എന്ത് അന്വേഷണം വേണം, ഇല്ലെങ്കിൽ CCTV എന്തിന് ചെക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അല്ല, ഡോക്ടർ ടോണിയോട് ഇവർ വിസ്തീർണ്ണം ചോദിച്ചായി പറയുന്നു. അപ്പൊ ഡോക്ടർ ടോണി പറയുന്നു, ഞാൻ ആർക്കും കീ കൊടുത്തിട്ടില്ല, ഞാൻ കയറിയിട്ടില്ല, ഞാൻ മറ്റാർക്കും കീ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് മാത്രമാണ് കീ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ തന്നെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം 100-ലധികം 138 CCTVകളുണ്ട്. ഇത് ആരാണെന്ന് സംബന്ധിച്ച് പരിശോധിച്ച് വരികയാണ്. അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരാൾ കയറിയതായി CCTV ദൃശ്യങ്ങൾ കിട്ടുന്നത്. അത് മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുവരെയും ആരോഗ്യവകുപ്പിന്റെ അധികൃതരോട് അറിയിച്ചിട്ടില്ല. അത് പോട്ടെ, അത് അവരറിയിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ കയറിയിട്ട് അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോലും കംപ്ലൈന്റ് നൽകിയിട്ടില്ല. അത് എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലൈന്റ് നൽകിയിട്ടില്ല എന്ന് പ്രിൻസിപ്പാളിനോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്ക് പോലീസിനോട് ഇത് നൽകുന്നതിന് മുമ്പ്, പരാതി നൽകുന്നതിന് മുമ്പ് ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കണം എന്നുള്ളത്. പക്ഷേ ആ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ വിവരങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ പോലീസിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അവരവിടെ ആവർത്തിച്ച് ചോദിച്ചു. അതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട്. വലിയ ദുരൂഹത മാത്രമല്ല, ഗൂഢാലോചനയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ സംഘടനകൾക്ക് പോലും ധാരണയുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിലൊരു കൃത്യത വരുത്താൻ വേണ്ടി സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള ആരോപണങ്ങളും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെയാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത് കുറച്ചുകൂടി നിഗൂഢത ഉള്ളതാക്കുന്നത്.